അവൻ വാ നമുക്ക് ഇന്നലെ കിട്ടാത്തൊരു ഐറ്റം കേട്ടോ ഇത്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ നല്ല മഴ പെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാം പെയ്ത്ത് വെള്ളം വീണ് കിടക്കും. അപ്പോൾ നമ്മൾ ഉടക്കോല ഇടാൻ പോകണം. പകൽ സമയത്താണ് ഉടക്കോല ഇടുന്നത്. കാര്യം വെള്ളം കെട്ടി കിടക്കുന്ന വെള്ളം കലക്കോളമാണ്. അതുകൊണ്ട് തന്നെ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ വല തന്നെയാണ്, 10 മീറ്റർ നീളമുള്ള വലിയ വലയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെമ്പല്ലിയാണ്. ചെമ്പല്ലി, വരാൽ അങ്ങനെയുള്ള മീനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വലയിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട സ്പോട്ട് ഇതാണ്. ഇവിടെ അല്ല, ഇവിടുന്ന് അങ്ങോട്ട് മാറി വലിയൊരു കുഴിയുണ്ട്. അതായത് അവിടെ കൂടുതൽ മീനൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് വലയിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വലയിട്ട് കുറേ സ്പോട്ട് വരുന്ന കേട്ടോ. ഇവിടെ പിന്നത്തെ ആ കാണുന്ന ഈ 2 വലിയ കൽക്കട്ടൊക്കെ കെട്ടിയൊരു ചിറയാണ്. അപ്പോൾ ഈ ചിറ ഇങ്ങനെ ഇട്ടിരിക്കുന്നു പറഞ്ഞാൽ ശരിക്കും നമ്മൾ കൊയ്ത്ത് മിഷൻ കൊയ്യാൻ ഇറങ്ങുമ്പോഴേക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ക്രോസ് ചെയ്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കൊയ്ത്ത് മിഷൻ വന്നതിന് ശേഷം മിഷൻ കയറി ഇറങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ചിറ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയത്തെ ഈ തൂമ്പുണ്ട്, ഇത് അതിൻ്റെ പഴയ തൂമ്പാണ്. ഈ വലുപ്പത്തിലുള്ള തൂമ്പാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത്. ആ തൂമ്പിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് മീനുണ്ട്, ഒരുപാട് ചെമ്പല്ലി, കാരിയൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ അതിനെയാണ് പിടിക്കാൻ ലക്ഷ്യം വെക്കുന്നത്. ഈ വലയാണ് നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത്. വലയിടാം. ഹലോ, നമ്മുടെ അടുത്ത സ്പോട്ട് ഇതാണ് വരുന്നത്. ഇതുണ്ട്, ഈ വെള്ളം നല്ല ഒഴുക്കാണ്. കാര്യം മോട്ടർ നടത്തുന്നുണ്ട്. വെള്ളം നല്ല ഒഴുക്കുണ്ട്. ഈ നേരെ കാണുന്ന ആ ചാല്, അതാണ് മോട്ടർ തറയിലേക്കുള്ള ചാലാണ്. അവിടെ നിന്നാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് ആറ്റിലേക്ക് കളയുന്നത്. ഇവിടെ കുറച്ച് ഉടക്കോല ഇട്ടിട്ടുണ്ട്. നേരത്തെ ആരാണ്ടറിയാണ് അടുത്ത് കരക്കിട്ടിരിക്കുന്നുണ്ടോ. പിന്നെ എടുത്തിട്ടില്ല തോന്നുന്നു. ഹലോ, ഇപ്പോഴത്തേക്കും വലയിട്ടിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലയൊന്ന് പൊക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ. വല ഒഴുക്കുള്ളതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വല ഉണ്ടോ. ഒന്നുമില്ലേ. ഒരു ചെമ്പല്ലി ഉണ്ട് കേട്ടോ. ഒരു ചെമ്പല്ലി സൈഡിലായിട്ട് ഒരു ചെമ്പല്ലിയാണ്. ഒരു ചെമ്പല്ലിയായിട്ട് എടുത്തിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇവിടെ ഇട്ടേക്കാം. മറ്റേ വല പോയി നോക്കാം. അപ്പം ഈ സൈഡിൽ നിന്ന് നോക്കിയോ. കാര്യം ആ സൈഡിൽ നിന്ന് നോക്കിയപ്പോഴേക്കും നമുക്ക് മീൻ ഇവിടെ കിടക്കുന്നതായിട്ടാ തോന്നിയാണ്ടോ. കമ്പി ഉടക്കി വലയൊന്ന് ഉടക്കിയിട്ടുണ്ടെന്ന് കേട്ടോ. വല ഉടക്കി കിടക്കും വരുന്ന കേട്ടോ. അപ്പോൾ ഒരു ഹെവി ഐറ്റം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അവൻ വാ നമുക്ക് ഇന്നലെ കിട്ടാത്തൊരു ഐറ്റം കേട്ടോ ഇത്. നല്ല ഫ്രഷ് കാരി കേട്ടോ. നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കാരി കെട്ടിയിരിക്കുന്നത്. ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം വലിയ മീനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് വലയിട്ടപ്പം ഇങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അടുത്ത ആളെ പോക്കാം. അടുത്ത ആൾ ഒരു ചെമ്പല്ലി ഉണ്ടായിരുന്നു. അപ്പം അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഒരു ചെമ്പല്ലി. അപ്പം നമുക്ക് ഒന്നും മോശമായിട്ടില്ല. നമുക്കൊരു ചെമ്പല്ലിയും കാര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഇവനെ എടുക്കുന്നത് കുറച്ച് ടാസ്ക് ആട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മുള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊളിയാണ്. ഇവൻ കാരിയും ചെമ്പല്ലിയും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. വറുത്ത് അടിക്കാൻ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മീനാണ്. നമുക്ക് ഇവരെ ഒന്ന് ഊരിയെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ വലയിൽ നിന്ന് ഒരു കാരിയും ഒരു ചെമ്പലിയും കിട്ടി. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ വല ബുക്ക് ചെയ്ത് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ വല വെക്കാൻ പോവാണ്. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഏതായാലും കാരി അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ഒരു 2-3 പീസായിട്ട് വറക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വലയിലേക്ക് എത്തി. രണ്ടാമത്തെ വല ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ആദ്യം നമ്മൾ വല ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ല ഉണ്ടോ, വലയെല്ലാം കൂടി കൂടി ഒരു പരിവക്കേടില്ല. മീനൊക്കെ മറിയുന്നുണ്ട്. നമുക്കൊന്ന് ബുക്ക് ചെയ്ത് നോക്കാം. യെസ്, നമുക്ക് വല ബുക്ക് ചെയ്ത് നോക്കാം. ഇതിലൊരു ചെമ്പല്ലി കിടപ്പുണ്ട് കേട്ടോ. ഒരു ചെമ്പല്ലി ഉള്ളു തോന്നുന്നു. വല നല്ല രീതിയിൽ ചവറടിക്കുന്നുണ്ട്. വല അധിക സമയം വല ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഡേഞ്ചറാണ്. അപ്പോൾ നമുക്ക് വെള്ളം കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വന്നിട്ട് വല പൊക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ സൈഡിൽ നിന്ന് പൊക്കും. എൻ്റെ പൊന്നെ, 2 ചെമ്പല്ലിയുണ്ട് കേട്ടോ. 2 ചെമ്പല്ലി, അത്യാവശ്യം മുഴുത്ത ചെമ്പല്ലിയാണ് കിടക്കുന്നത്. അപ്പോൾ അതേ രണ്ടാമത്തെ വലയിൽ നിന്ന് 2 ചെമ്പല്ലി കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം മുഴുത്ത ചെമ്പല്ലിയാണ്. അപ്പോൾ ഇത് നമുക്ക് 3 ചെമ്പല്ലിയും ഒരു കാരിയാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് നല്ല പ്രതീക്ഷ കണക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ഒഴുക്കുണ്ട്. ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ മീൻ ഇവനം പാടാണ്. സത്യം പറഞ്ഞാൽ ഈ ചെമ്പല്ലി കാരീനൊക്കെ എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. കാര്യം ഇവൻ്റെ ഇത് കണ്ട, ഈ മുള്ള് നമ്മുടെ ഈ മുള്ള് കയ്യൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരിയിട്ടാണ് പിന്നെ പറയുക വേണ്ട. ഓക്കെ, അതാ അടച്ചടച്ച് പോവാട്ടോ. ആള് വെള്ളം തേടി പോവുക. അടുത്ത ആള് ഇവൻ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. വേണ്ട, അത്യാവശ്യം വലുപ്പമുണ്ട്.